വെൽക്കം ടു എക്സൽ PSC എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അയ്യങ്കാളിയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട 11 ചോദ്യോത്തരങ്ങളാണ്. ആദ്യത്തേത് 1863 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ അദ്ദേഹം ജനിച്ചു. അപ്പോൾ അയ്യങ്കാളി ജനിച്ച വർഷം 1863, ജില്ല തിരുവനന്തപുരം, സ്ഥലം വെങ്ങാനൂർ. അയ്യങ്കാളി മരണപ്പെട്ടത് 1941. രണ്ടാമതായി പുലയരാജ എന്നറിയപ്പെടുന്നു. അയ്യങ്കാളി പുലയരാജ എന്ന പേരിലും അറിയപ്പെടുന്നു. ഗാന്ധിജിയാണ് അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തെ തളരാത്ത യോദ്ധാവ് എന്ന് വിശേഷിപ്പിച്ചതും ഗാന്ധിജി തന്നെയായിരുന്നു. അപ്പോൾ ഗാന്ധിജിയാണ് പുലയരാജ എന്ന പേര് അയ്യങ്കാളിക്ക് നൽകിയത്. അദ്ദേഹത്തെ തളരാത്ത യോദ്ധാവ് എന്ന് വിശേഷിപ്പിച്ചതും ഗാന്ധിജി തന്നെയായിരുന്നു. അടുത്തത് കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്നതും അയ്യങ്കാളി ആണ്. അപ്പോൾ ആരാണ് കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്നതെന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉത്തരം അയ്യങ്കാളി. 1893 വില്ലുവണ്ടി സമരം നടത്തി. വില്ലുവണ്ടി സമരം എന്തെന്നാൽ വില്ലു തറച്ച വണ്ടിയിൽ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം സവർണർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അയ്യങ്കാളി വില്ലു തറച്ച വണ്ടിയിൽ ഊരിപ്പിടിച്ച കടാരയുമായി സഞ്ചരിച്ചത്. സഞ്ചാര സ്വാതന്ത്ര്യം താഴ്ന്ന ജാതിക്കാർക്ക് കൂടി നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരമായിരുന്നു വില്ലുവണ്ടി സമരം. അപ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യം താഴ്ന്ന ജാതിക്കാർക്ക് കൂടി നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരമാണ് വില്ലുവണ്ടി സമരം എന്നറിയപ്പെടുന്നത്. 1893 അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത്. 1904 വെങ്ങാനൂരിൽ താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ചു. 1904 വെങ്ങാനൂരിൽ താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി അയ്യങ്കാളി സ്കൂൾ ആരംഭിച്ചു. 1907 സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. ഇത് പിന്നീട് പുലയ മഹാസഭ എന്നും അറിയപ്പെട്ടു. അപ്പോൾ സാധുജന പരിപാലന സംഘം രൂപീകരിച്ച വർഷം 1907. ഇതിൻ്റെ മറ്റൊരു പേരാണ് പുലയ മഹാസഭ. സാധുജന പരിപാലിനി എന്ന മാസികയും അദ്ദേഹത്തിൻ്റേതായിരുന്നു. അയ്യങ്കാളിയുടെ മാസിക അറിയപ്പെടുന്ന പേര് സാധുജന പരിപാലിനി. 1909 ആദ്യ സംഘടിത കർഷക സമരത്തിന് അയ്യങ്കാളി നേതൃത്വം നൽകി. അയ്യങ്കാളി നേതൃത്വം നൽകിയ കർഷക സമരം വർഷം 1909. 1911 ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ശ്രീമൂലം പ്രജാസഭയിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട താഴ്ന്ന ജാതിയിൽപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പോൾ ആദ്യമായി ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട താഴ്ന്ന ജാതിയിൽപ്പെട്ട വ്യക്തി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം അയ്യങ്കാളി. വർഷം 1911. അവസാന ചോദ്യം 1915 കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി. ഈ സമരം നടന്നത് കൊല്ലം ജില്ലയിലെ പെരിനാട് വെച്ചായിരുന്നു. അതുകൊണ്ട് ഈ സമരം പെരിനാട് സമരം എന്നും അറിയപ്പെടുന്നു. അപ്പോൾ കല്ലുമാല സമരം നടന്ന വർഷം 1915, സ്ഥലം കൊല്ലം ജില്ലയിലെ പെരിനാട്. ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.